ഈ സ്റ്റണ്ട് ഡ്രൈവർ എന്ന് പറഞ്ഞ അവർ വിളിച്ചത്, പക്ഷെ പിന്നെ എന്നെ ഹീറോ ആക്കിയവര്. ഞാൻ അവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്റെ പേര് ഹീറോ, എനിക്ക് ഹീറോ കാർ, എന്റെ കാർ ഹീറോ കാർ. അങ്ങനെ RFCയിലെ ഒഫീഷ്യൽസിനോടാണ് ടാറ്റയുടെ ഈ മീഡിയ ടീം ആദ്യം വിളിച്ചു ചോദിച്ചത്, ഇന്ത്യയിൽ ആരാണ് സൗത്ത് ഇന്ത്യയിൽ ഇത് ചെയ്യാൻ പറ്റിയ ആൾക്കാരെന്ന്. അങ്ങനെ അവരാണ് എൻ്റെ പേര് സജസ്റ്റ് ചെയ്തത്. അങ്ങനെയാണ് എനിക്ക് അവരുടെ കോള് വരുന്നത്. അപ്പം ഞാൻ എന്ത് വന്നാലും എൻ്റെ ടീമിലെ പിള്ളേരിൽ 2-3 പേര് എന്നോട് അതുപോലെ എന്നും സംസാരിക്കുന്നവരുണ്ട്. അവരോട് ഞാൻ എന്നും ചർച്ച ചെയ്യും. അപ്പോൾ ഈ കോള് വന്നു. അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എൻ്റെ റോൾ എന്താണെന്നൊക്കെയുള്ള സാധനം വന്നു. ആദ്യം അവർ സ്റ്റണ്ട് ഡ്രൈവർ എന്ന് പറഞ്ഞു വന്നു. പിന്നെ അപ്പോൾ ആ കഥ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അവർ ലെറ്റർ അയച്ചു തന്നു എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ പയ്യനോട് ഫോർവേഡ് ചെയ്തപ്പം പവർ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞ ചാനലിൽ നമ്മൾ ഫോളോ ചെയ്യണം. പവർ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് മീഡിയ ചാനലാണ്, അറിയുണ്ടാവുമായിരിക്കും. അവരെ ഏതോ ഒരു കമ്പനി കാശ് കൊടുത്ത് വാങ്ങിച്ചു. അപ്പം ഏറ്റവും അടിപൊളി വീഡിയോ പ്രസന്റ് ചെയ്യുന്ന ആൾക്കാരാണ് അവർ. വന്നിട്ട് അവരുടെ ലെറ്റർ ആയിരുന്നു ഇത്. ഞാൻ അതിൽ പവർ ഡ്രിഫ്റ്റ് എന്നുള്ള സാധനം എൻ്റെ തലയിൽ കൂടെ ഓടിയില്ല, എൻ്റെ കണ്ണിൽ അത് കത്തിയില്ല. ഞാൻ ഇവനെ അയച്ചു കൊടുത്തപ്പോൾ ആശാനെ എന്താണ് ഇത് പവർ ഡ്രിഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കര ഹൈപ്പിൽ എനിക്കൊരു ഓഡിയോ അയച്ചിട്ട് അവൻ വിളിച്ചു. ഇത് ഒരു തരത്തിലും വിടരുത്, ഇത് ചാൻസ് ആണ് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് അവരുടെ കോളൊന്നുമില്ല, അവർ ആ പറഞ്ഞ സാധനം വെച്ചു. അവർ ഡേറ്റ് മാറ്റി, എന്തോ ഒരു കാരണം കൊണ്ട് ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്ത് വേറെ ഡേറ്റിലേക്ക് ആക്കി. ആ സമയത്തിനിടയ്ക്ക് ഇവരെന്നോട് വിളിച്ച് പറഞ്ഞു, ഞങ്ങളൊരു തീം മാറ്റുകയാണ്, നിങ്ങൾ സ്റ്റണ്ട് ഡ്രൈവർ എന്ന് മാറ്റിയിട്ട് ഹീറോ ആക്കുകയാണ്. ഞങ്ങൾ റേഞ്ച് റോവറിൻ്റെ ചൈനയിലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടോ, ആ വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനത് എന്നോ കണ്ടതാണ്, ഇറങ്ങിയ കാലത്ത് കണ്ടതാണ്, എനിക്കറിയാം വീഡിയോ എന്താണെന്ന് പറഞ്ഞു. ആ പുള്ളി പറഞ്ഞു ആ ഡ്രൈവർക്ക് പകരം നിങ്ങളാവുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാനങ്ങനെ മറ്റേ സാധനത്തിലേക്ക് പോയി, ഗൂസ് ബംസും എല്ലാ സാധനവും. അപ്പൊ ഞാൻ അതിങ്ങനെ കിട്ടി, അയ്യോ കൊള്ളാം. അപ്പൊ എന്താണ് ഒബ്സ്റ്റക്കിൾ, ഇതുപോലൊരു മലയാണ്, ആ മല ഓടിച്ച് കയറ്റണം. അപ്പം ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നിന്ന് ഇതൊക്കെ ഞാൻ എൻ്റെ പിള്ളേരോട് ഷെയർ ചെയ്തു. അപ്പോഴത്തേക്ക് എൻ്റെ ടീമിൽ എല്ലാവരെയും വിളിച്ചു. എൻ്റെ അക്കാഡമി ഉണ്ട്, ഞാനൊരു ഓഫ് റോഡ് ട്രെയിനിങ് അക്കാഡമി നടത്തുന്നുണ്ട്, മഡ് ആൻഡ് റോക്ക് അക്കാഡമിയിൽ. എൻ്റെ കൂടെയുള്ള മുബഷിറാണ്. മുബഷിറിനെ വിളിച്ചു ചോദിച്ചു എങ്ങനെയാണ് മുബഷിറെ പറയണത്, നമ്മൾ എന്താ റേറ്റ് പറയേണ്ടത്. അപ്പൊ ഇത് ഹീറോ ഉള്ളപ്പോഴല്ല കേട്ടോ, ഇത് ആദ്യത്തെ പരിപാടി, സ്റ്റണ്ട് ഡ്രൈവർ എന്നല്ല. അപ്പം ബഷീറിനോട് പറഞ്ഞു, ബഷീർ പറഞ്ഞു എടാ ഒരു 1 ലക്ഷം രൂപയെങ്കിലൊക്കെ ചോദിക്കേണ്ടതെന്ന് ചോദിച്ചു എന്നോട്. അപ്പോൾ ഞാൻ അങ്ങനെ റേറ്റ് പറഞ്ഞു, ചെറിയ റേറ്റ് പറഞ്ഞു. അവരോ അത് മതിയോ എന്ന് ചോദിച്ചു. അത് മതി എന്ന് പറഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഹീറോ ആയി. ആദ്യം സ്റ്റണ്ട് ഡ്രൈവർ മാറി ഹീറോ ആയി. ഹീറോ ആയിട്ട് അവിടെ ചെന്നു. 3 ദിവസത്തെ ഷൂട്ട് എന്ന് പറഞ്ഞത് 7 ദിവസമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ഞാൻ ഫാമിലി ആയിട്ട് പോയി, വൈഫും മക്കളും എല്ലാവരും കൂടി പോയി. ഞാൻ അവിടെ ഒരു ഹോട്ടലൊക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഹോട്ടലിൻ്റെ കാര്യമൊക്കെ ഞങ്ങൾ കവർ ചെയ്തോളാം പറഞ്ഞു. അവരതൊക്കെ കവർ ചെയ്ത് ഷൂട്ട് കഴിഞ്ഞു. ഷൂട്ടിന്റെ അവസാനത്തെ ദിവസം ഇവരെ ഞാൻ കൊണ്ട് കാണിച്ചു. അപ്പൊ ഈ ഷൂട്ടിൽ ഈ ക്ലൈംബ് മാത്രം ഞങ്ങൾക്ക് അതൊരു വലിയ സംഭവമായിട്ട് തോന്നിയിട്ടില്ല. ഈ ക്ലൈംബ് സ്ഥിരം അതിലും കട്ടിയുള്ള ഓബ്സ്റ്റക്കിൾസ് ഞങ്ങൾ ഓടിക്കുന്നതാ. ഇതിൽ ഞാൻ അഭിനയിച്ചു എന്നുള്ളത് പുറത്ത് പറയാതെ മറ്റേ ഇന്നസെന്റ് ഒരു സിനിമയിൽ നടക്കുന്നുണ്ടോ മലയുടെ പോലെ, അതിങ്ങനെ പറയാൻ പറ്റാതെ 1.5 മാസമായിട്ട് ഞാനിങ്ങനെ പിടിച്ചു. സാധാരണ ഞാൻ എന്തെങ്കിലും അങ്ങനെ നടന്ന അപ്പോൾ യൂക്കോയിൽ എടുത്തിടും, എവിടെയെങ്കിലും ഞാൻ പബ്ലിഷ് ചെയ്യും, ഇൻസ്റ്റാഗ്രാമിലെങ്കിലും ഞാൻ പബ്ലിഷ് ചെയ്യും. ഞാൻ അന്ന് പബ്ലിഷ് ചെയ്ത് 4 തവണ ജാക്കറ്റ്, ടാറ്റയുടെ ജാക്കറ്റ് ഇട്ട് നിൽക്കണ, റേസ് സൂട്ട് ഇട്ട് നിൽക്കണ സാധനം. റേസ് സൂട്ടൊക്കെ അവര് എന്റെ സൈസിൽ തയ്ച്ചു തന്നാ കേട്ടോ. റേസ് സൂട്ട് സാധാരണ റെന്റിന് എടുക്കുക ചെയ്യുക, അല്ലെങ്കിൽ വാങ്ങിക്കണമെങ്കിൽ 1.5 ലക്ഷം രൂപ കണ്ട് റേസ് സൂട്ടിന് വില ഉണ്ട്. അപ്പം പുള്ളി എന്നോട് വിളിച്ചു പറഞ്ഞു നിന്റെ സൈസ് എന്നെ ഒരു ചാർട്ട് തന്നു. ആ ചാർട്ട് വെച്ചിട്ട് സൈസ് എടുത്ത് അയക്കാൻ പറഞ്ഞു. ഞാൻ ടൈലർ എടുത്ത് പോയി പുള്ളി സൈസ് എടുത്ത് ഞാൻ അയച്ചു കൊടുത്തു. അവർ എൻ്റെ സ്പെസിഫിക്കേഷനിൽ ഒരു സൂട്ട് തയ്ച്ചു. സാധാരണ വാടകയ്ക്ക് എടുക്കുന്ന സൂട്ടൊന്നും ചിലപ്പോൾ എനിക്ക് പാകാവുണ്ടാവില്ല. ഞാനൊരു മിസ്പ്രൊപ്പോർഷനേറ്റ് ബോഡി ഉണ്ട്. അതായത് പ്രീ കട്ട് അവരെനിക്ക് കാണിച്ചു തന്നു. ഷെറൻ ഒരു സ്ക്രീനിൽ പ്ലേ ചെയ്തിട്ട് ഫുള്ളി ഫോൺ മുമ്പിൽ വെച്ച് ഞാനും വൈഫും വണ്ടിയിൽ ഭക്ഷണം കഴിച്ച് പെട്രോൾ ബങ്കിൽ നിന്ന് പെട്രോൾ അടിച്ച് പുറത്തിറങ്ങുമ്പോൾ ഞങ്ങളത് കണ്ടു. വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ വേറെ ഭയങ്കര ഗൂസ് ബംസ് വന്നു. എനിക്ക് വൈഫ് തന്നെ പറഞ്ഞു അയ്യോ ഇതെന്താണെന്നൊക്കെ ചോദിച്ചു. പിന്നെ കുറേ ഒരു 10-15 ദിവസം കഴിഞ്ഞാണ് പിന്നെ വീഡിയോ ഫസ്റ്റ് ടീസർ ഇറങ്ങുന്നത്. ടീസർ ഇറങ്ങണ അവർ പറഞ്ഞില്ല. ടീസർ ഇറങ്ങിയപ്പോൾ എൻ്റെ ഓഡിയോ, ടീസറിൽ എൻ്റെ ഓഡിയോ. അപ്പം ഞാൻ പിന്നെയും ഭയങ്കര രസമായി. പിന്നെ 1-ാം തീയതി ടീസർ കഴിഞ്ഞ് 2ാമത്തെ ദിവസമാണ് ഇറങ്ങണത്. ഇത് 1-ാം തീയതിക്ക് വണ്ടി കാത്തുനിന്നു. 1-ാം തീയതി വൈകുന്നേരം പിന്നെയും വന്നു. പിന്നെ അതങ്ങ് കയറി കത്താൻ തുടങ്ങി. പിന്നെ ആ വീഡിയോ അവർ പ്രൊമോട്ട് ചെയ്തിട്ടോ എന്തോ വീഡിയോ അങ്ങ് കയറി വൈറലായി തുടങ്ങി. 3-ാം തീയതി വണ്ടിയുടെ ലോഞ്ചിനെ അവർ വിളിച്ചായിരുന്നു. ലോഞ്ചിനെ വിളിച്ചപ്പം ആദ്യം ടാറ്റയുടെ സെയിൽസിലെ ഹെഡ്, അന്ന് ഈവിയുടെ ഹെഡ് ഒരാളുണ്ടായിരുന്നു, അയാൾ എന്നെ വിളിച്ച് ഉള്ളിൽ കയറ്റിയിരുത്തി. ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ ആദ്യം രജിസ്റ്റർ ചെയ്യണമായിരുന്നു. അപ്പോൾ ഇവിടെ കാർഡ് തരും അവർ. ആ രജിസ്ട്രേഷൻ ഡെസ്കിലേക്ക് പോയപ്പോൾ ഞാൻ പറഞ്ഞു ഐ എം ഇൻവൈറ്റഡ് ഫോർ ദിസ് വന്നു. അപ്പോൾ എന്നോട് എൻ്റെ പേര് ചോദിച്ചു. ആ ലിസ്റ്റിൽ നോക്കിയപ്പോൾ എൻ്റെ പേരില്ല. അപ്പോൾ ഞാൻ 500 അടച്ച്. പക്ഷെ ഈ സമയം കൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു പരിപാടിക്ക് അവരെന്നെ ബുക്ക് ചെയ്ത ടാക്സി എൻ്റെ വീട്ടിൽ നിന്ന് വന്ന് പിക്ക് ചെയ്യണോ, എയർപോർട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യണോ, അവിടുന്ന് ഹോട്ടലിൽ പോകണം, ഹോട്ടലിൽ നിന്ന് വെന്യൂലേക്ക് പോകണം. അതൊക്കെ അതിനൊരു ഏജൻസി ഉണ്ടായിരുന്നു. ആ ടീമാണ് എന്നെ വിളിച്ച് കോർഡിനേറ്റ് ചെയ്തത്. പക്ഷേ ഇതിന് രജിസ്ട്രേഷൻ്റെ അവിടേക്ക് പോയപ്പം ജിയോ സെൻറ്ററിൽ പോകുമ്പോൾ ആ ലിസ്റ്റിൽ ഞാനില്ല. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഇയാളെ വിളിച്ചു. ഇയാൾ വൈ ഡു യു വാണ്ട് ടു ഗോ ഫോർ ദാറ്റ് കം ഇൻസൈഡ് എന്ന് പറഞ്ഞ് പുള്ളി ഉള്ളിലേക്ക് വിളിച്ചു. അപ്പോഴത്തേക്ക് വേറെ ആരോ പറഞ്ഞ് മീഡിയ ടീം പറഞ്ഞിട്ട് മാതൃഭൂമിയുടെ സെന്തിലുണ്ടായിരുന്നു. സെന്തിൽ പറഞ്ഞു എന്നെ ഇന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ അവർ കാർഡ് തന്നു. പിന്നെ ഉള്ളിലേക്ക് വിളിച്ച് മീഡിയ ടീമിൻ്റെ കൂടെ ഇരുത്തി അവരെ വലിയ സ്ക്രീനിൽ സാധനം കാണുന്നു. എന്താണ് ഹനുമാൻ കൈൻഡിൻ്റെ ഓഡിയോ ചെയ്ത പുള്ളി ആരാണ്? കിങ് കൽമി.
കിങ് കൽമിയാണ് ആ വീഡിയോയുടെ ഓഡിയോ ചെയ്തിട്ടുള്ളത്. ഹനുമാൻ കാൻഡിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത കിങ് കൽമിയുടെ ഓഡിയോ ആണ്. അപ്പോൾ അതൊക്കെ എഴുതി കാണിച്ചപ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര ഇന്ന ടീമിന്റെ കൂടെ ഉള്ള ഷൂട്ടിൽ ഞാൻ കയറിയല്ലോ.